നവാസേ, എടാ അതെ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഈ നീറ്റ് UG ഹിയറിംഗ് നടക്കുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ നമ്മുടെ സീനിയർ അഭിഭാഷകൻ മാത്യു നെടുമ്പാറ കോടതിയിൽ അപമര്യാദയായിട്ട് പെരുമാറിയത് ശ്രദ്ധിച്ചായിരുന്നോ? അതായത് ചീഫ് ജസ്റ്റിസ് ഇങ്ങേരോട് എത്ര തവണ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടും ആള് പിന്നെയും ശബ്ദം വെച്ചുകൊണ്ടിരിക്കുക. അവസാനം സെക്യൂരിറ്റി ഗാർഡിനോട് വന്ന് ഈ മാത്യു നെടുമ്പാറനെ മാറ്റാൻ തന്നെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കോടതിയിൽ ഉണ്ടാവുമ്പോൾ കോടതിക്ക് ഈ അഭിഭാഷകരെ ശിക്ഷിക്കാനായിട്ടുള്ള ഒരു അവകാശമില്ലേ? നീ പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ലീഗലി സ്പീക്കിംഗ് അപമര്യാദയായിട്ട് പെരുമാറുക, പ്രൊസീജിയറുകളൊക്കെ ലംഘിക്കുക കോടതിയിലുള്ള, ഇതൊക്കെ നമുക്ക് കോടതി ലക്ഷ്യത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇത് മാത്രമല്ല, അഡ്വക്കേറ്റ്സ് ആക്ട് നിലനിൽക്കുന്നുണ്ട്. ഇതിൽ അഡ്വക്കേറ്റ്സിൻ്റെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട വകുപ്പുകളുണ്ട്. ഇതുകൂടാതെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റൂൾസ് നിലനിൽക്കുന്നുണ്ട്. ഈ റൂൾസിൽ അഭിഭാഷകർ എങ്ങനെ കോടതിയിൽ പെരുമാറണം, കോടതിയോട് അവർക്കുള്ള കടമകൾ എന്തൊക്കെയാണെന്നൊക്കെ എണ്ണമിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോടതി അലക്ഷ്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ 2 തരത്തിലുള്ള കോടതി അലക്ഷ്യമാണുള്ളത്. അതിൽ സിവിൽ കണ്ടംപ്റ്റും ക്രിമിനൽ കണ്ടംപ്റ്റും ഉണ്ട്. സിവിൽ കണ്ടംപ്റ്റിനുള്ളിൽ വരുന്നതെന്ന് പറഞ്ഞാൽ കോടതി ഉത്തരവുകൾ പാലിക്കാതിരിക്കുക, കോടതിയുടെ നിർദ്ദേശങ്ങൾ, കോടതിയോടുള്ള ഒബ്ലിഗേഷനുകളൊക്കെ മനഃപൂർവ്വം ലംഘിക്കുക, ഇതൊക്കെ സിവിൽ കണ്ടംപ്റ്റിൻ്റെ കീഴിൽ വരും. രണ്ടാമതെന്ന് പറയുന്നത് ക്രിമിനൽ കണ്ടംപ്റ്റാണ്. ഈ ക്രിമിനൽ കണ്ടംപ്റ്റിൽ മനഃപൂർവ്വം കോടതിയെ സ്കാൻഡലൈസ് ചെയ്യുക, കോടതിയുടെ അധികാരത്തെ തരം താഴ്ത്തുക, കോടതിയുടെ നീതി നിർവഹണത്തെ തടസ്സപ്പെടുത്തുക, പ്രൊസീജിയറുകൾ ലംഘിക്കുക, ഇവയെല്ലാം ക്രിമിനൽ കണ്ടംപ്റ്റിൽ വരുന്നതാണ്. അപ്പം മാത്യു നെടുമ്പാറയുടെ കേസ് നമുക്ക് വേണമെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൽ, ക്രിമിനൽ കണ്ടംപ്റ്റിൽ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ചീഫ് ജസ്റ്റിസ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഇഷ്യൂ ചെയ്യാനൊന്നും പോയിട്ടില്ല. മാത്യു നെടുമ്പാറയോട് കോടതിയിൽ നിന്നും പോവുകയെന്നും മിണ്ടാതിരിക്കുകയെന്നും സെക്യൂരിറ്റിയോട് ഇദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോകാനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞ ക്രിമിനൽ കണ്ടംപ്റ്റ് ആണെങ്കിൽ 6 മാസം തടവോ അല്ലെങ്കിൽ പിഴയോ ഒക്കെ ലഭിക്കാവുന്ന ഒരു കുറ്റം കൂടിയാണ്.